മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് ക്രിസ്തു പറയുമ്പോൾ തന്റെ കുരിശുമരണത്തിനെ മോശയുടെ പിച്ചള സർപ്പമായി സിംബലൈസ് ചെയ്താ. അപ്പോ നിങ്ങൾ ഈ പറയുന്ന ക്രിസ്തു എന്ന് പറയുന്നത് ഈ സർപ്പമാണ്. മോശ ഉയർത്തി പിച്ചള സർപ്പമാണോ അല്ലേ? എല്ലാ സർപ്പം പിശാചാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? സർപ്പമാണോ അല്ലേ? ഇവിടെ ഞാൻ ചോദിച്ചതാണോ അല്ലേ? മോശ ഉയർത്തിയ സർപ്പമാണോ അല്ലേ? അതെയോ ക്രിസ്തു തകർത്ത സർപ്പമാണോ? മോശ ഉയർത്തിയ തകർത്ത സർപ്പത്തെയാണോ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? സാത്താന്റെ തലയെ തകർത്തതിനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതെയോ യേശു സർപ്പമാണോ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്? ഞാൻ പറയട്ടെ, തന്റെ കുരിശുമരണത്തിന് പിച്ചള സർപ്പത്തോട് മുമ്പിച്ചത് യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ജിൻഡോ വർഗീസ്, അദ്ദേഹം ഒരു കത്തോലിക്കനാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം ഇതായിരുന്നു: യേശു ക്രിസ്തു പിച്ചള സർപ്പത്തെ ഉയർത്തിയത് തൻ്റെ തന്നെ ഡിക്റ്റോ ആയിട്ട്, അതായത് അവിടെ യേശുവിനെ കാണുമ്പോൾ നമ്മൾ കാണേണ്ടത് ആ ഒരു പിച്ചള സർപ്പത്തെ തന്നെയാണ് എന്ന രീതിയിൽ ഞാൻ എടുത്തെടുത്ത് 2-3 പ്രാവശ്യം അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ സർപ്പമാണോ ക്രിസ്തു, ഈ പറയുന്ന പിച്ചള സർപ്പമാണോ ക്രിസ്തു എന്ന് പല പ്രാവശ്യം ചോദിച്ചപ്പോഴും അദ്ദേഹം ശക്തമായി മറുപടി പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, അതിലെന്താ മാറ്റം? ഒരു മാറ്റവും ഇല്ല. അതായത് ഇന്ന് വിഗ്രഹാരാധനയെ ന്യായീകരിക്കാൻ, ഈ വിഗ്രഹാരാധന ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ ചർച്ചകളിൽ ഈ വിഗ്രഹങ്ങൾ വെച്ച് ഇത്തരം ആരാധനകൾ നടത്തണം എന്നുള്ളതിന് ഏതറ്റം വരെ പോകാനും ഇന്നത്തെ കത്തോലിക്കൻ തയ്യാറാണ് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്ന ജിൻഡോ എന്ന് പറയുന്ന സഹോദരൻ. അതായത് യേശുവിനെ സർപ്പമാക്കിയാലും യേശുവിനെ പാമ്പാക്കിയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഈ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ട് പോകണം. കാരണം ഇവർ പറയുന്നത് യേശു തന്നെ പറഞ്ഞല്ലോ, യേശു അത് വ്യക്തമായി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അവരുദ്ധരിക്കുന്ന വാക്യം യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെ പറയുന്നത്: മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഇവിടെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ട വിഷയത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ വേദപുസ്തകം യേശുക്രിസ്തുവിൻ്റെ ഉദ്ധരണി എടുത്തു പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് മോശ ചെയ്ത ആ പ്രവൃത്തി, ഉയർത്തുന്ന പ്രവൃത്തി, ആഗ്നേയ സർപ്പങ്ങൾ വന്ന് അവരെ കടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് രക്ഷ പ്രാപിക്കേണ്ടതിന് അവിടെ ഒരു സർപ്പത്തെ ഉയർത്തിയ ഒരു പ്രവൃത്തി അവിടെ കാണിച്ചു കൊടുക്കുക. ആ സർപ്പത്തെ അല്ല, അല്ലെങ്കിൽ ആ പിച്ചള കൊണ്ടുണ്ടാക്കിയ ആ ഒരു സൃഷ്ട വസ്തുവിനെ അല്ല അവിടെ കാണിക്കുന്നത്. യേശു കൃത്യമായിട്ട് ആ സൃഷ്ട വസ്തുവിനെ തൊടുന്നു പോലുമില്ല. പകരം ആ സൃഷ്ട വസ്തുവിൽ നടന്ന സംഭവം, അല്ലെങ്കിൽ മോശയുടെ ആ ഉയർത്തിയ വെച്ച കാര്യമാണ് ആര് എടുത്ത് പ്രതിപാദിക്കുന്നത്? യേശു ക്രിസ്തു എടുത്ത് പ്രതിപാദിക്കുന്നത്. ഈ സംഭവത്തോട് യേശു ഉപമിച്ചു എന്ന് പറയുമ്പോൾ എന്തിനെയാണ് ഉപമിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. സർപ്പത്തെ ക്രിസ്തുവായിട്ടാണോ ഉപമിച്ചത്, അതെയോ ഉയർത്തിയ ആ പ്രവൃത്തിയെ ആണോ ഉപമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതായത് വിഗ്രഹാരാധനയിലേക്ക് പോകാൻ ഏതറ്റം വരെ പോകുന്ന വ്യക്തി ഈ വചനത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു. വചനം എങ്ങനെയാണ്? മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് പോലെ. അതായത് എന്തിനെ പോലെയാണെന്ന് പറയുന്നത്? ഉയർത്തിയതിനെ പോലെ. ആ ഉയർത്തിയ പ്രവൃത്തിയാണ് യേശു ഉപയോഗിക്കുന്നത്. തൊട്ടടുത്ത വാക്യം പറയാണ്: തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഉദാഹരണമായി വെച്ചത്, സമാനമായ കാര്യം വെച്ചത് ഉയർത്തപ്പെടുന്ന പ്രവൃത്തിയെ കുറിച്ചാണ്, അല്ലാതെ പിച്ചള സർപ്പത്തെ അല്ല. ഞാൻ പിച്ചള സർപ്പമാണെന്നോ ആ പിച്ചള സർപ്പമാണ് ഞാനെന്നോ യേശുവോടെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അതായത് ഏത് അതിർവരമ്പുകൾ കടന്നാലും, നമ്മൾ സാധാരണ ഒരു നാട്ടു നടപ്പ് പറയാറുണ്ടല്ലോ, മോൻ ചത്താലും വേണ്ടിയില്ല മരുമോളുടെ കണ്ണുനീര് കണ്ടേ പറ്റൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവരുടെ ചില പ്രവർത്തികൾ. അതായത് യേശു ക്രിസ്തുവിനെ ഇനി സർപ്പമായി ഉപമിച്ചാലും ഇവരെ സംബന്ധിച്ച ഒരു പ്രശ്നമല്ല. ഏതറ്റം വരെ പോകാം, പക്ഷേ ദേവാലയങ്ങളിൽ ഇരിക്കുന്ന ഇത്തരം വിഗ്രഹങ്ങളെ ഞങ്ങൾക്ക് എങ്ങനെയും ന്യായീകരിക്കണം, എങ്ങനെയും വെള്ളപൂശണം. ഇനി അടുത്തൊരു വാക്യം കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വിശുദ്ധ വേദപുസ്തകം, ജ്ഞാനത്തിന്റെ പുസ്തകം, അതായത് ഡ്യൂട്രോ കാനോൺ എന്നറിയപ്പെടുന്ന വിസ്ഡം, ബുക്ക് ഓഫ് വിസ്ഡം, ഈ ഒരു പുസ്തകം യഥാർത്ഥത്തിൽ ഇന്ന് വിഗ്രഹാരാധനയെ ശക്തമായി എതിർക്കുന്ന, ഞങ്ങളെയൊക്കെ മുദ്ര കുത്തുന്നത് പെന്തക്കുസ്താണെന്നാണല്ലോ. ആ പെന്തക്കുസ്തിനെ സംബന്ധിച്ച് ഈ 66 പുസ്തകങ്ങളിൽ ഈ പറയുന്ന ജ്ഞാനത്തിന്റെ പുസ്തകം ഇല്ല, അവരത് അംഗീകരിക്കുന്ന പോലുമില്ല. ആ പുസ്തകത്തിൽ വ്യക്തമായിട്ട് ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ: അവർ അല്പകാലം താക്കീതെന്ന നിലയിൽ പീഡനമേറ്റു, അങ്ങയുടെ നിയമത്തിലെ അനുശാസനങ്ങൾ ഓർപ്പിക്കാൻ അവർക്ക് രക്ഷയുടെ അടയാളം നൽകി, അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെട്ടു, അവർ കണ്ട വസ്തുവിനാലല്ല, എല്ലാറ്റിൻ്റെയും രക്ഷകനായ അങ്ങ് മൂലം രക്ഷപ്പെട്ടു.
ഇവിടെ വ്യക്തമായിട്ട് ആ ഒരു സംഭവത്തെക്കുറിച്ച്, മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെട്ടു. എന്തിനാൽ? ആ പിച്ചള സർപ്പ പ്രതിയാണോ? അല്ല, അവർ കണ്ട വസ്തുവിനാലേ അല്ല. അതായത് ആ സൃഷ്ട വസ്തുവിനെ പഴയ നിയമ യഹൂദനെടുത്ത് കാറ്റിൽ പറത്തി, അതിനെ യഹൂദൻ നശിപ്പിച്ചു കളഞ്ഞു. യഹൂദ ചിന്താഗതിയിൽ ആ സൃഷ്ട വസ്തുവിന് യാതൊരു പ്രാധാന്യവുമില്ല എന്ന് ഇതാ ജ്ഞാനത്തിന്റെ പുസ്തകം എഴുതി വെച്ചിരിക്കുക. ആ സൃഷ്ട വസ്തുവിനാലല്ല, സൃഷ്ടിക്കപ്പെട്ട ആ സൃഷ്ടിയാലല്ല ജനം രക്ഷപ്പെട്ടത്. എല്ലാത്തിൻ്റെയും ഉടയവനായ അങ്ങ് മൂലം, എല്ലാത്തിൻ്റെയും രക്ഷകനായ അങ്ങ് മൂലം, ക്രിസ്തുയേശു മൂലം ഈ ജനം രക്ഷ പ്രാപിച്ചു എന്നാണ് ഇതാ ജ്ഞാനത്തിന്റെ പുസ്തകം പറയുന്നത്. എങ്കിലും നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന സൃഷ്ടവസ്തുവിനെ എങ്ങനെയെങ്കിലും എടുത്തു വെച്ച് അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് അതാണ് ശരി എന്ന് വാദിച്ച് ഈ വിഗ്രഹാരാധന തുടരണമെന്ന് ഇവർക്ക് നിർബന്ധമാണ്. യഥാർത്ഥത്തിൽ ഈ സഹോദരൻ അവസാനം സമ്മതിക്കുന്നുണ്ട്. പല പ്രാക്ടിക്കൽ സൈഡുകൾ ഞാൻ എടുത്തു പറയുമ്പോൾ അത് ശരിയാണ്, അതിനെ ഞാനും അനുകൂലിക്കുന്നു, അത് തെറ്റാണ്, അത് ശരിയല്ല എന്ന് ഇദ്ദേഹം പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കത്തോലിക്ക സഭയിൽ നടക്കുന്ന ഈ വിഗ്രഹാരാധനയെ എത്രത്തോളം ന്യായീകരിച്ച് വെള്ളപൂശാൻ പറ്റുമോ അതിനുവേണ്ടി മാക്സിമം യേശുവിനെ സർപ്പമാക്കി ഉപമിക്കാൻ പോലും ഇവർക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ കോളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം എന്ന് പറയുന്നത് ക്രിസ്തു കുരിശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെയാണ് എന്നുള്ള കാര്യം ക്രിസ്തു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹം വീണ്ടും ഞാൻ എടുത്തു ചോദിച്ചു, സർപ്പമാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് മോശ ഉയർത്തിയ പിച്ചള സർപ്പം അത് ക്രിസ്തുവാണ്, അത് ക്രിസ്തുവിനെ തന്നെയാണ്. എന്നാൽ യേശു ക്രിസ്തുവിൽ സംഭവിച്ച ആ ഉയർത്തപ്പെടലിനെയാണോ, യേശു ഉയർത്തപ്പെട്ടപ്പോൾ സാത്താന്റെ തല തകർന്നതിനെയാണോ, രക്ഷകനായ ക്രിസ്തുവിനെയാണോ അവിടെ പ്രതിനിധീകരിക്കുന്നത്? ഇതൊന്നും അവർക്ക് പറയാൻ താല്പര്യമില്ല. പകരം എടുത്തു പറയുന്നത് മോശ ഉയർത്തിയ പിച്ചള സർപ്പം അത് ക്രിസ്തുവാണ്. അതിനകത്ത് വേറൊരു കോംപ്രമൈസ് ഇല്ല. കാരണം എന്താ? വിഗ്രഹാരാധനയെ ന്യായീകരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര മറ്റം വരെ ഇവർ പോവാൻ തയ്യാറാണ് ഈ ഒരു കാര്യത്തിൽ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. കുരിശിൽ സാത്താന്റെ തലയെ തകർത്തതിനെ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ തലയെ തകർത്തത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവൻ ഉയർത്തപ്പെട്ടതുപോലെ ഞാൻ ഉയർത്തപ്പെടുമ്പോൾ അവന്റെ തല തകരും. അവന്റെ തല തകർക്കുന്നതിനെ കുറിച്ചിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് യേശു. ഇത് എന്റെ ചോദ്യം. മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി. അപ്പൊ എന്തിനാണ് സർപ്പത്തിനെതിരെ സർപ്പത്തെ വെച്ച് എന്തിനായിരുന്നു? നോ ആൻസർ. ദൈവം പറഞ്ഞു പിച്ചള സർപ്പത്തെ ഉണ്ടാകാൻ. അതായത് ഞാനവിടെ എടുത്ത് ചോദിക്കുകയാണ് വീണ്ടും, ഈ പിച്ചള സർപ്പത്തിന്റെ ആ ഒരു കാര്യം കാണുന്നത് സാത്താന്റെ തലയെ തകർത്ത യേശു ഉയർത്തപ്പെടുമ്പോൾ സംഭവിക്കുന്ന ആ പ്രവൃത്തിയാണോ ഉദ്ദേശിക്കുന്നത്? അതല്ലേ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ അതെവിടെ പറഞ്ഞു? കാരണം അവിടെ ആ ആശയത്തെ അവർക്ക് എടുക്കാനേ താല്പര്യമില്ല. പകരം എന്താ? ആ പിച്ചള സർപ്പത്തെ എങ്ങനെയെങ്കിലും യേശു ആക്കി മാറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് വിഗ്രഹാരാധന നടത്തണം. സർപ്പത്തിനെതിരെ എന്തുകൊണ്ടൊരു സർപ്പത്തെ വെച്ചു എന്നൊരു ചോദ്യം പറയുമ്പോൾ നോ ആൻസർ, അതിന് ഉത്തരവില്ല. അതായത് അതിനൊന്നും ഞങ്ങൾക്ക് ഉത്തരവില്ല. അതിനൊരു ഉത്തരം കണ്ടുപിടിക്കേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്? വിഗ്രഹങ്ങളെ വെച്ച് ഞങ്ങൾക്ക് ഈ പരിപാടി നടത്തണം. ഇത് ഏത് നൂറ്റാണ്ടിൽ വന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, അതായത് ഈ വിഗ്രഹാരാധന ഈ തരത്തിൽ ഇങ്ങനെയുള്ളൊരു കാര്യം ഏത് നൂറ്റാണ്ടിൽ വന്നു എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ വാക്കിന് വിലയില്ലല്ലോ. നമ്മുടെ വാക്കിനേക്കാൾ കൂടുതൽ കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിന് ഭയങ്കരമായ പ്രാധാന്യം കൊടുക്കുന്നത്. എനിക്ക് ഈ പുസ്തകം പ്രത്യേകിച്ച് ഒരു പ്രാധാന്യമില്ല. ഞാനിതിനെ വെറും ചവറ്റുകൊട്ടയിൽ എറിയാൻ പറ്റുന്നൊരു പുസ്തകം, അതിൽ കൂടുതൽ വലിയ പ്രാധാന്യമൊന്നും ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ പലരും തെറ്റിയായിരിക്കും, ഈ ബ്രദർ എന്തിനാ CCC എടുക്കുന്നത്? ഞാൻ CCC എടുക്കുന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. അതായത് ഈ പറയുന്ന പുസ്തകം മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്ന, CCC മാത്രമേ ആധികാരികമായി വിശ്വസിക്കൂ എന്ന് പറയുന്ന കത്തോലിക്കർക്ക് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ പുസ്തകം എടുക്കുന്നത്. കത്തോലിക്കനായ ഞാൻ ഈ പുസ്തകത്തെ യാതൊരു തരത്തിലും അംഗീകരിക്കുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിനപ്പുറം നീ മനുഷ്യനിറക്കുന്ന ഒരു പുസ്തകത്തെയും ആധികാരികമായി ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ കേൾക്കുന്ന വ്യക്തികൾക്ക് ഇത് ആധികാരികമായതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നൊരു കാര്യം ഉദ്ധരിക്കുകയാണ്. CCC അതിൻ്റെ ഖണ്ഡിക 476 പേജ് നമ്പർ 123, യഥാർത്ഥ മനുഷ്യപ്രകൃതിയുടെ ആധാനത്തിലൂടെ വചനം മാംസം ധരിച്ചതുമൂലം ക്രിസ്തുവിന്റെ ശരീരം പരിധികൾക്ക് വിധേയമായിരുന്നു. അതിനാൽ യേശുവിന്റെ മാനുഷിക മുഖം ചിത്രീകരിക്കുക സാധ്യമാണ്. അത് വിശുദ്ധ ചിത്രങ്ങളിൽ കൂടി ആവിഷ്കരിക്കുന്നത് നിയമാനുസൃതമാണെന്ന് 7-ാം സാർവത്രിക സൂനകദോസിൽ സഭ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ വിഗ്രഹാരാധന അല്ലെങ്കിൽ യേശുവിൻ്റെ ഈ മാനുഷിക മുഖം വെച്ച് ഈ പറയുന്ന
ആരാധന നടത്തി തുടങ്ങിയത്, ഈ വിശുദ്ധ ചിത്രങ്ങൾ ആവിഷ്കരിച്ചു തുടങ്ങിയത്, ഈ ചിത്രങ്ങളിലൂടെ ഇത് നടത്താമെന്ന് അനുവദിച്ചത് 7-ാം സാർവത്രിക സൂനകദോസാണെന്ന് ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, CCC ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 7-ാം സാർവത്രിക സൂനകദോസ് ഏതാണെന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. കൗൺസിൽ ഓഫ് നിക്യ സെക്കൻഡ് നടന്നത് AD 787. 8-ാം നൂറ്റാണ്ടിൽ AD 787 നടന്ന കൗൺസിൽ ഓഫ് നിക്യ, 2-ാം നിക്യ കൗൺസിലാണ് ഈ പറയുന്ന പ്രഖ്യാപനം വന്നത്. ഞാൻ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ 8-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഈ ഒരു വൃത്തികേടിലേക്ക് ഇങ്ങനെ വിഗ്രഹങ്ങളെ വെച്ച് പൂജിക്കാനും മാലയിടാനും ആരാധിക്കാനും, അന്നും ഇന്ന് കേരളത്തിൽ നടക്കുന്ന പോലെ ഇല്ല, ഒരിക്കലും ഇല്ല. അന്നൊരു ചിത്രം വയ്ക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് എങ്ങനെ എപ്പോഴും അതെ, ഒരു പാപ മേഖലയിലേക്ക് ഒറ്റ ദിവസം കൊണ്ടല്ല വരുന്നത്. ഒരു മദ്യപാനി ഒറ്റ ദിവസം കൊണ്ട് ഒരു ഫുള്ള് മുഴുവൻ കുടിച്ചു തീർക്കുകയല്ല. ആദ്യം അവൻ എങ്ങനെ ചെയ്യുന്നു, ചെറിയ രീതിയിൽ തുടങ്ങി, അവൻ വൈനിൽ നിന്നോ ബിയറിൽ നിന്നോ തുടങ്ങി ഇങ്ങനെ മദ്യത്തിന്റെ അങ്ങേയറ്റം ഇന്ന് മുഴുക്കുടിയനായി മാറിയ അവസ്ഥയാണ് ഇന്ന് കത്തോലിക്ക സഭയ്ക്കുള്ളത്. അതായത് അന്ന് ഈ നിക്യ കൗൺസിൽ, 2-ാം കൗൺസിലിൽ അനുവദിച്ച ആ ഒരു കാര്യം കാലത്തോളം മാറി മാറി വന്നപ്പോൾ വിഗ്രഹാരാധനയുടെ പടുക്കുഴിയിൽ വന്ന് നിൽക്കുകയാണ് ഇന്ന് കേരള സഭ എന്നുള്ളതിന് യാതൊരു വിധത്തിലും സംശയം വേണ്ട. കാരണം കണ്ണു തുറന്ന് നോക്കുന്ന ഏത് കൊച്ചു കുഞ്ഞിനും കാണാൻ കഴിയുന്ന വിഗ്രഹാരാധനയുടെ വലിയ തലങ്ങൾ തന്നെയുണ്ട്. ഇനി അദ്ദേഹം ഇതിന് ന്യായീകരിക്കാനായിട്ട് ശ്രമിച്ചത് ഹെസക്കിയ പിച്ചള സർപ്പത്തെ തകർത്ത ഒരു സംഭവം ഞാൻ എടുത്തു വെച്ചപ്പോഴാണ് അദ്ദേഹം അതിനെ നഖശികാന്തം എതിർത്തത്. കാരണം അങ്ങനെ പിച്ചള സർപ്പത്തെ നശിപ്പിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല, ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഹെസക്കിയായുടെ താല്പര്യം, അത് ഹെസക്കിയായുടെ ഇഷ്ടം, അദ്ദേഹത്തിന് തോന്നിയ കാര്യം അദ്ദേഹത്തിന്റെ തോന്നിവാസം പോലെ ചെയ്തു. ഇനി അന്ന് അങ്ങനെ പിച്ചള സർപ്പത്തെ തകർത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് വണങ്ങാൻ ഒരു വലിയ മോണമെന്റ് തന്നെ നമുക്ക് ലഭിക്കുമായിരുന്നു എന്ന അർത്ഥത്തിലാണ് പല പുരോഹിതരും ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. പ്രിയമുള്ളവരെ, ഹെസക്കിയാക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകം, പിച്ചള സർപ്പത്തെ ധൂപം അർപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു? ധൂപം അർപ്പിച്ചു കഴിഞ്ഞപ്പോ നശിപ്പിച്ചത് ആരാണ്? ഹെസക്കിയ അല്ലേ? ഹെസക്കിയ ദൈവം പറഞ്ഞിട്ടാണോ നശിപ്പിച്ചത്? ദൈവം പറഞ്ഞില്ലേ? ദൈവത്തിന് ഇഷ്ടപ്പെട്ടോ ഇല്ലേ? ദൈവം ഇല്ലല്ലോ, ദൈവം പറഞ്ഞിട്ടില്ലല്ലോ. ദൈവത്തിന് ഇഷ്ടപ്പെട്ടോ ഇല്ലേ? ദൈവത്തിന് ഇഷ്ടപ്പെട്ടിരുന്നോ ഇല്ലല്ലോ? ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഹെസക്കിയായുടെ തോന്നിവാസം പോലെ ആ പിച്ചള സർപ്പത്തെ തകർത്ത് കളഞ്ഞു എന്ന് പറയുന്നവർക്ക് രാജാക്കന്മാരുടെ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 18-ാം അധ്യായം നമ്മൾ ഹെസക്കിയായെ കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്. പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. അവൻ പൂജാഗിരികളെ നശിപ്പിക്കുകയും സ്തംഭങ്ങളും അശേരാ പ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു. മോശ ഉണ്ടാക്കിയ നെഹുഷ്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ട് സർപ്പത്തിന്റെ മുൻപിൽ ഇസ്രായേൽ ധൂപാർച്ചന നടത്തിയതിനാൽ അവൻ അത് തകർത്തു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ അവൻ വിശ്വസിച്ചു. മുൻഗാമികളോ പിൻഗാമികളോ ആയ യൂദാ രാജാക്കന്മാരിൽ ആരും അവനെ പോലെ വിശ്വസ്തനായിരുന്നില്ല. അതായത് ഹെസക്കിയായുടെ വിശ്വസ്തതയെ പറ്റി വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അദ്ദേഹം പൂജാഗിരികളെ തകർത്തു. ഇസ്രായേൽ ഈ നെഹുഷ്താന് ധൂപമർപ്പിച്ചപ്പോൾ അതും തകർത്തു. അതുകൊണ്ട് ഹെസക്കിയായെ ആരായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം കാണുന്നത്? വിശ്വസ്തനായി, ദൈവത്തിന്റെ വിശ്വസ്ത ദാസനായി വിശുദ്ധ വേദപുസ്തകം വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. പക്ഷെ ഇവർ പറയുന്നത് എന്താണ്? ദൈവം അത് ആഗ്രഹിച്ചിട്ടില്ല, ഹെസക്കിയായുടെ തോന്നിവാസം പോലെ ചെയ്തു. ഇവിടെ ഈ പറയുന്ന 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം ദൈവത്തിന്റെ ആത്മാവിലാണോ എഴുതപ്പെട്ടത്? ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ, പ്രവാചകന്മാരുടെ ആത്മാവിന്റെ നിവേശിതമായിട്ടാണോ ഈ വാക്യം എഴുതി വെച്ചത്? അതേ ഇത് വേദപുസ്തകത്തിന്റെ ഭാഗമല്ലേ? ഇത് ബൈബിൾ അല്ലേ? അതായത് ഈ വിഗ്രഹാരാധനയെ കുടപിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ബൈബിളിനെ പോലും തള്ളും. കാരണം പഴയ നിയമത്തിൽ കൃത്യമായി ദൈവവചനം എഴുതി വെച്ചിരിക്കുകയാണ്, ഹെസക്കിയ അത് ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചു. 2 രാജാക്കന്മാർ 18-ന്റെ 6-ാം വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, അവൻ കർത്താവിനോട് ഒട്ടി നിന്നു, അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. ഇത് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. അവൻ കർത്താവിനോട് ഒട്ടി നിന്നു, ദൈവിക പ്രവൃത്തിയാണ് അവൻ ചെയ്തത് എന്ന് വ്യക്തമായി ദൈവവചനം നമുക്ക് സാക്ഷ്യം നൽകുക. പക്ഷെ അതവർക്ക് വിശ്വാസമില്ല. അത് അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനമാണ്. എന്ത്? പിച്ചള സർപ്പത്തെ തകർത്ത്. ഇവർക്ക് വിഗ്രഹാരാധനയെ ന്യായീകരിക്കാൻ ഏതറ്റം പോലും പോകാമെന്ന് കൃത്യമായി ഇവരുടെ ഈ വ്യാഖ്യാനത്തിൽ നമുക്ക് വ്യക്തമായി തെളിയിക്കാൻ സാധിക്കും. വീണ്ടും അതിന്റെ 7-ാം വാക്യം പറയാണ്, കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു, അവന്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി. ദൈവം അവനോട് കൂടെ ഉണ്ടായതുകൊണ്ട് അവന്റെ പ്രവൃത്തിയെ ദൈവം എന്ത് ചെയ്യുന്നു? സൈൻ ചെയ്യുന്നു. ഇത് ശരിയാണെന്ന രീതിയിൽ. കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ കർത്താവിനോട് വിശ്വസ്തനായിരുന്നു. ഇതെല്ലാം എൻ്റെ ഭാഷയല്ല, എൻ്റെ വാക്കുകളല്ല. വിശുദ്ധ വേദപുസ്തകം കൃത്യമായിട്ട് ഈ നെഹുഷ്താൻ തകർത്ത ആ സംഭവം എഴുതി തൊട്ട് താഴെ പറയുന്നതെന്നുള്ള ആലോചിച്ച് നോക്കണം.
അതായത് നെഹുഷ്താനെ തകർത്ത സംഭവം പണ്ടെവിടെയോ എഴുതി, പിന്നീട് ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പിന്നെ അദ്ദേഹം മനസ്താവപ്പെടുകയോ ദൈവസന്നിധിയിൽ പാപം ഏറ്റുപറയുകയോ ചെയ്തിട്ടായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, അതേ സിറ്റുവേഷനിൽ തന്നെ പറയുകയാണ് ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക. വീണ്ടും 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു. ആമോസിന്റെ പുത്രൻ ഏശയ്യാ പ്രവാചകൻ അടുത്തു ചെന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. ഹെസക്കിയായുടെ മരണത്തെക്കുറിച്ച് ചെറിയൊരു പ്രവാചകനല്ല, വളരെ ശക്തനായ ആമോസിന്റെ പുത്രനായ ഏശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിനെ കുറിച്ച് വ്യക്തമായി കണ്ട, യേശുവിന്റെ ഉയർത്തപ്പെടലിനെ കുറിച്ച് വ്യക്തമായി കണ്ട പ്രവാചകൻ വന്ന് ഹെസക്കിയായോട് പറയാ, ഹെസക്കിയ നീ മരിക്കും. ഈ പ്രവചനം കേട്ട് ഹെസക്കിയ ചുവരിലേക്ക് മുഖം തിരിച്ചു കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തനായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. ശ്രദ്ധിക്കുക, ഹെസക്കിയ ദൈവത്തിന്റെ മുൻപിൽ പറയുന്ന വാക്കുകൾ, ഞാൻ എത്ര വിശ്വസ്തനായാണ് അങ്ങോട്ട് പ്രവർത്തിച്ചത്, അതുകൊണ്ട് എന്നോട് കരുണ കാണിക്കണമേ എന്ന തരത്തിൽ ഹെസക്കിയയുടെ ഒരു പ്രാർത്ഥന, ചുമരിലേക്ക് തിരിഞ്ഞ് ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന ദൈവം കേട്ടോ? ഉത്തരം കൊടുത്തോ? ഹെസക്കിയ വിശ്വസ്തനായിട്ടാണോ പ്രവർത്തിച്ചത് എന്നുകൂടി പരിശോധിക്കണമെങ്കിൽ തൊട്ട് താഴെയുള്ള വാക്യം വായിച്ചാൽ വളരെ ക്ലിയർ ആണ്. കൊട്ടാരത്തിന്റെ അങ്കണം വിടുന്നതിന് മുൻപ് തന്നെ ഏശയ്യാക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിന്റെ രാജാവായ ഹെസക്കിയായോട് അവന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്നും പറയുക, ഞാൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കും, പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം ഹെസക്കിയ സുഖം പ്രാപിക്കുന്നു. വീണ്ടും 15 വർഷം ഹെസക്കിയയുടെ ആയുസ് നീട്ടിക്കൊടുക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണാൻ സാധിക്കുന്നു. അതായത് പ്രവചനം പറഞ്ഞ പ്രവാചകൻ കൊട്ടാരാങ്കണത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുൻപ് അവന്റെ പ്രാർത്ഥന കേട്ട് ഉടനടി മറുപടി കൊടുക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഹെസക്കിയ വെച്ച ക്ലോസ് എന്തായിരുന്നു? ഞാൻ നിന്നോട് വിശ്വസ്തനായിരുന്നു. ഞാൻ മോശ ഉണ്ടാക്കിയ നെഹുഷ്താൻ എന്ന് പറയുന്ന ആ ഓട്ട് സർപ്പം ഇസ്രായേൽ ധൂപാർച്ചന നടത്തി വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അതിനെ തകർത്തു കളഞ്ഞു. ഞാൻ നിന്നോട് വിശ്വസ്തനായിരുന്നു. പ്രിയമുള്ള നേതാക്കന്മാരെ, ഞാനായിരിക്കുന്ന കത്തോലിക്ക സഭയിലെ എല്ലാ നേതാക്കന്മാരോടും, എല്ലാ പുരോഹിതരോടും, എല്ലാ ബിഷപ്പുമാരോടും എല്ലാവരും ശ്രദ്ധിക്കണേ, ഹെസക്കിയായെ പോലെ വിശ്വസ്തത പുലർത്താൻ എത്ര പേർക്ക് സാധിക്കും? നട്ടെല്ലുള്ള എത്ര നേതാക്കന്മാര് ഇന്ന് കേരള സഭയിലുണ്ട്? ഹെസക്കിയായെ പോലെ ഇന്ന് ഈ ദേവാലയങ്ങളിൽ വച്ചിരിക്കുന്ന ഈ വിഗ്രഹങ്ങളിൽ ധൂപാർച്ചന നടത്തുകയും മാലയിട്ട് പൂജിക്കുകയും ജനങ്ങൾ അതിനെ ആർപ്പ് വിളിച്ച് വിഗ്രഹങ്ങളെ പോലെ കാണുകയും കൂട് തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ അന്ന് വരെ ഇല്ലാത്ത ഒരു കാഴ്ചയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി ഈ വിഗ്രഹങ്ങളുടെ പിന്നാലെ വരുന്ന ജനത്തെ വഴിതെറ്റിക്കുന്ന നേതാക്കന്മാരോട് ഞാൻ ചോദിക്കുക, എത്ര പേർക്ക് നട്ടെല്ലുണ്ട്? ഹെസക്കിയായെ പോലെ കർത്താവിനോട് വിശ്വസ്തനായിരിക്കാൻ എത്ര പേർക്ക് നട്ടെല്ലുണ്ട്? എത്ര പേർക്ക് സാധിക്കും? എൻ്റെ രോക്ഷമല്ല, എൻ്റെ വേദനയാ ഈ ജനത്തെ വഴിതെറ്റിക്കുന്ന ഈ നേതാക്കന്മാരെ കണ്ടുകൊണ്ടുള്ള ക്രിസ്തുവിനെ പ്രതിയുള്ള എൻ്റെ വേദനയാ ഞാൻ ഈ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് സാധിക്കും? എനിക്കറിയാം, ഞാനിത് പറഞ്ഞാലും നിങ്ങൾ എന്നെ കല്ലെറിയും. നിങ്ങളുടെ കല്ലേറ് കൊള്ളാൻ തയ്യാറായി തന്നെയാണ് ഈ പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, എത്ര പേർക്ക് നട്ടെല്ലുണ്ട്? ക്രിസ്തുവിൽ ജീവിക്കുന്നെങ്കിൽ നട്ടെല്ലോടുകൂടി ജീവിക്കണം. മനുഷ്യനെ പ്രതി അല്ല, ദൈവത്തെ പ്രതി ജീവിക്കണം. ദൈവം വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ അല്ല അനുസരിക്കേണ്ടത്. 8-ാം നൂറ്റാണ്ടിൽ മനുഷ്യനുണ്ടാക്കിയ ഒരു നിക്യ സെക്കൻഡ് കൗൺസിലിൽ വെച്ച് പൂജിക്കാമെന്ന് പറയുന്ന മനുഷ്യനെ അല്ല നോക്കേണ്ടത്, വിശുദ്ധ വേദപുസ്തകത്തെ അനുസരിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിന്റെ പിന്നാലെ പോകണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എനിക്ക് ഒറ്റ റിക്വസ്റ്റേ നിങ്ങളോടുള്ളൂ. നിങ്ങളെ നന്നാക്കാൻ ഒരു നേതാക്കന്മാരും വരത്തില്ല. ദൈവരാജ്യത്തിന്റെ കവാടത്തിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ടിക്കറ്റ് തരുന്ന, നിങ്ങൾക്ക് വേണ്ടി ഒരു പാസ് ഉറപ്പിച്ചു തരുന്ന ഒരൊറ്റ നേതാക്കന്മാർ പോലും ഉണ്ടാകത്തില്ല. നിങ്ങൾ വിധി ദിനത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക്, നിങ്ങളും ദൈവവും മാത്രമായിരിക്കുമെന്ന് ഓർത്തുകൊള്ളുക. ഈ വിഗ്രഹാരാധനയെ കൊടപിടിപ്പിക്കുന്ന, അതവരുടെ ബിസിനസ് മാർഗമായി നടത്തുന്ന ഈ ഒരു പ്രവൃത്തിയെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. നിങ്ങളെ സഹായിക്കാൻ അന്ത്യവിധി നാളിൽ ഒരൊറ്റ പിതാവ് ഉണ്ടാകത്തില്ല, ഒരു ബിഷപ്പ് ഉണ്ടാകത്തില്ല, ഒരു പുരോഹിതൻ ഉണ്ടാകത്തില്ല, ഒരു ജിൻഡോ വർഗീസ് ഉണ്ടാകത്തില്ല. നിങ്ങളും ക്രിസ്തുവും മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ. ഇത് സഭ പഠിപ്പിക്കുന്ന കാര്യമാണ്. രക്ഷയ്ക്ക് ഇതിൻ്റെ ഇടയിൽ ഒരാൾക്ക് വന്നു നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒത്താശ ചെയ്യാൻ ഒരാൾക്കും സാധിക്കത്തില്ല. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് വിശുദ്ധ വേദപുസ്തകം എന്ത് പറഞ്ഞോ അതനുസരിച്ച് മുന്നോട്ട് പോവുക. യഹൂദൻ എങ്ങനെയാണ് ഈ വിഗ്രഹങ്ങളെ കണ്ടിരുന്നത്?
ഒരു യഹൂദ പശ്ചാത്തലത്തിൽ ഇത്തരം വിഗ്രഹങ്ങളെ എന്താണ് അവർ ചിന്തിച്ചിരുന്നത് എന്നുള്ളതിന് ആധികാരികമായ പുസ്തകങ്ങൾ വെച്ചിട്ട് തന്നെ, ചരിത്ര പുസ്തകങ്ങൾ വെച്ച് തന്നെ നാളത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കും. അതുവരെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.